ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാണ്. കഴിഞ്ഞ ദിവസം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്ന കുറച്ച് ചിന്തകൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ വിശ്വാസവും പ്രവൃത്തിയും അത് രണ്ടും കൂടെ ഒന്നിച്ച് പോകണം. വിശ്വാസവും സ്നേഹവും അത് രണ്ടും ഒന്നിച്ച് പോകണം. സ്നേഹവും അനുസരണയും അതൊന്നിച്ച്. കാരണം കർത്താവ് പറയുന്നത് സ്നേഹിക്കുന്നു, ഞാൻ അനുസരിക്കുന്നു, വിശ്വസിക്കുന്നു. ഫെയ്ത്ത് ഈസ് ഫോളോഡ് ബൈ ഡീഡ്സ്. വിശ്വാസം പ്രവർത്തികളാൽ അനുഗമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിശ്വാസവും ആശ്രയത്വം, ഫെയ്ത്ത് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ഇത് രണ്ടും ഒന്നിച്ചു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഒത്തിരി വിശ്വാസികൾ ഇന്ന് നമുക്ക് അറിയാം. ഒത്തിരി ഈ മീഡിയാസൊക്കെ ഒത്തിരി അതിൽ കൂടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേരിന്ന് വിശ്വാസികൾ അല്ലെങ്കിൽ അവർ ധരിക്കുന്നു. പക്ഷേ ഈ വിശ്വാസികൾ കർത്താവിൽ ആശ്രയിക്കുന്നു. എത്രത്തോളം ആശ്രയിക്കുന്നു, അതാ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ ആശ്രയിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഒരു ക്രൈസിസ് ഉണ്ടാവും. ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താ, അല്ല അവിടെ നടക്കുന്ന ആ ഒരു സ്ട്രഗിൾ, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സംഘർഷം നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എൻ്റെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രണ്ട് വിശ്വാസികൾ, ഒരാൾ നല്ല സമ്പന്നന്, മറ്റേ ആൾ തീരെ ദരിദ്രന്, അന്നത്തെ ചിലവ് കഴിഞ്ഞ് പോകുന്നതാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു മാരകമായ രോഗമെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഒരു ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ 50 lakhs 50 ലക്ഷം രൂപ വേണം ഇത് നടക്കണമെങ്കിൽ. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. 50 ലക്ഷം രൂപയുടെ ആവശ്യം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം. ഒരാൾ സമ്പന്നൻ, അദ്ദേഹം കോടീശ്വരൻ. അത് 80 ലക്ഷം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു പീനട്ട് പോലെ. മറ്റാൾക്കെന്നല്ല, അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ചിലവഴിയുന്നതാണ്. ഈ രണ്ടുപേരിൽ ചോദ്യം ഇതാ, ഈ രണ്ടുപേരിൽ ആരാ കർത്താവിൽ ആശ്രയിക്കുന്നത്? ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ലേ? കാരണം സമ്പന്നന് ആ 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കർത്താവിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ബലവാൻ, അദ്ദേഹം സമ്പന്നൻ. അതേസമയം ഈ മനുഷ്യന് കർത്താവല്ലാതെ ആരും ആശ്രയമില്ല. അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിക്കും, അല്ലേ? വളരെ തീക്ഷ്ണമായിട്ട് കർത്താവിൽ പ്രാർത്ഥിക്കില്ല, കർത്താവിൽ അങ്ങ് ആശ്രയിക്കും. കർത്താവെ അങ്ങ് മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം. എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ ഫ്രണ്ട്സിനോ അല്ല എൻ്റെ പരിചയക്കാർക്കോ ആർക്കും ഇത്രയും എമൗണ്ട് തന്നെ എന്നെ സഹായിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എൻ്റെ എല്ലാം വിറ്റാലും എനിക്ക് നടക്കത്തില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യുന്നേ? കർത്താവിനെ സഹായിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള അകത്തു നിന്നുമുള്ള ആ ഒരു നിലവിളി, അതാണ് ആശ്രയത്വം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കർത്താവിൽ വേണ്ട വിധത്തിൽ കർത്താവിൽ നമ്മൾ വിശ്വസിക്കും. അത് ആ സമ്പന്നനായ മനുഷ്യൻ വിശ്വസിക്കുന്നുണ്ട്. സൗഖ്യം കർത്താവാണ് തരേണ്ടത്, പക്ഷേ സമ്പത്ത് എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 50 ലക്ഷം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? അതുമില്ല. അത് ഇറ്റ്സ് ഓൾറെഡി ദേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ സ്വയബലം എന്ന് പറഞ്ഞാൽ സമ്പന്നൻ്റെ അടുത്ത് ബാങ്ക് ബാലൻസ് സിസ്റ്റം പോലെ ഉണ്ട്. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ കർത്താവിനെ ആശ്രയിക്കേണ്ട. ഇത് എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നുന്ന പൈസ ഉള്ളവരൊക്കെ ഇപ്പം എങ്ങനെയാണ്? അങ്ങനെയല്ല ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, നമ്മുടെ പല അങ്ങനെയുള്ള കോൺഫിഡൻസും അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിലുള്ള ദ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്, ജഡത്തിലുള്ള ആ ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു സമ്പന്നത, അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എനിക്ക് കർത്താവ്, ഞാൻ പണ്ട്
ഒരാളോട് ഇങ്ങനെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മിറ്റി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് തകർച്ചയൊന്നുമില്ല, ഞാൻ എല്ലാ രീതിയിലും ഞാൻ സമ്പന്നനാണ്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കർത്താവിനെ അറിയേണ്ട ആവശ്യമില്ല, എന്തെങ്കിലുമൊക്കെ വരട്ടെ, ഞാനൊന്ന് രോഗിയാവുമോ അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് പോവുകയോ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കർത്താവിനെ അറിയും. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു മർമ്മമുണ്ട്. കാരണം നമ്മുടെ സ്വയബലം പോയെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നുള്ളൂ. ഞാൻ അങ്ങനെയാണ്. എൻ്റെ ഏറ്റവും വലിയ ആശ്രയമായിരുന്നു എൻ്റെ അപ്പൻ. അപ്പന് വളരെ മാരകമായിട്ടുള്ള രോഗം വന്നു, ബ്രെയിൻ ട്യൂമറാന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞു, അധികാലം ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ ആശ്രയം മുഴുവൻ. പക്ഷെ ഒരു ഗുണമുണ്ട്, കർത്താവിൽ അങ്ങ് ആശ്രയിക്കാൻ പറ്റും. അന്ന് ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്കിനി ആശ്രയിക്കാൻ വേറെ ആരുമില്ല. എന്നെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. അച്ഛന് രോഗമായിരുന്ന സമയത്ത്, അച്ഛൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട സമയത്ത് എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. അന്ന് എന്നെ പഠിപ്പിച്ച കാര്യമാണ്, എടാ ഒരു മനുഷ്യനിലും ആശ്രയിക്കരുത്, സ്നേഹിച്ചു, അവരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടെന്നല്ല, അല്ലെങ്കിൽ അവരുടെ സഹായം സ്വീകരിക്കേണ്ടെന്നല്ല, അല്ല അവരുമായിട്ടൊന്നും ഒരു സഹകരിക്കേണ്ടെന്നൊന്നുമല്ല, പക്ഷേ ഇവരെന്നെ സഹായിക്കും, അവരെന്നെ സഹായിക്കും എന്നുള്ള ഒരാശ്രയത്വം എന്ന് പറഞ്ഞാൽ കർത്താവിനേക്കാൾ ഉപരി കർത്താവിന് കൊടുക്കേണ്ട ആ ഒരു സ്ഥാനം, കർത്താവിൽ ആശ്രയിക്കേണ്ടതിന് പകരം നമ്മൾ മനുഷ്യനെ അതിനുപരിയായിട്ട് ആശ്രയിച്ചാൽ, അതുകൊണ്ട് കർത്താവ് എന്നേക്കാൾ ഉപരി നിങ്ങൾ അപ്പനെ അമ്മയോ അല്ല മറ്റുള്ളവരെയോ സമ്പത്തിനെയോ സ്നേഹിച്ചാൽ നിങ്ങൾ എനിക്കുള്ളവരല്ല. ആശ്രയത്വം എന്താണെന്നുള്ളത് തിരിച്ചറിയണം. ബാക്കി അടുത്ത പ്രശ്നം കഥ പറയുന്നില്ല.